സുഹൃത്തുക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഇന്ത്യയുടെ പ്രതിരോധ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ഡിഫൻസ് പ്രൊജക്ടിനെ കുറിച്ചാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ 7 പുതിയ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററുകൾ രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇത് നിലവിലുള്ള ഉത്തർപ്രദേശ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറും തമിഴ്നാട് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറും പോലെ ഒരു സാധാരണ കോറിഡോർ പ്രൊജക്റ്റ് അല്ല. ഇത് കൂടുതൽ വിശാലമായ ഒരു ഫെഡറൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ് മോഡലാണ്. ഓരോ ക്ലസ്റ്ററിലും ലീഡിംഗ് സ്റ്റേറ്റ്, കോ ലീഡിംഗ് സ്റ്റേറ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികൾ, കൂടാതെ IIT-കൾ, IISc-കൾ, രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി പോലെയുള്ള മികച്ച സ്ഥാപനങ്ങളും ഉണ്ടാവും. ലക്ഷ്യം വളരെ വ്യക്തമാണ്: ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതി ആശ്രയം കുറയ്ക്കുക, MSME-കൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഡിഫൻസ് സെക്ടറിലേക്ക് കൂടുതൽ വഴി തുറക്കുക, ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ വേഗത്തിലാക്കുക, എക്സ്പോർട്സ് കൂട്ടുക, ഒടുവിൽ ഇന്ത്യയെ ഒരു ശക്തമായ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുക. ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ വലിയ വളർച്ച കാണിച്ചിട്ടുണ്ട്. ഡിഫൻസ് എക്സ്പോർട്സും റെക്കോർഡ് നിലയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല: ഇന്ത്യ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 7 ഡിഫൻസ് ക്ലസ്റ്റേഴ്സിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഈ 7 ക്ലസ്റ്ററുകൾ എന്താണ് എന്ന് ചുരുക്കത്തിലൊന്ന് മനസ്സിലാക്കാം. അഭിമാനപൂർവ്വം പറയട്ടെ, ആദ്യത്തെ ക്ലസ്റ്ററിൽ തന്നെ നമ്മുടെ കൊച്ചു കേരളവും ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് കർണാടക ലീഡ് ക്ലസ്റ്റർ ആണ്. പോളിസി ആൻഡ് ഗവേണൻസ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കർണാടക ഇത് ലീഡ് ചെയ്യും, രാജസ്ഥാൻ ഇതിനെ കോ ലീഡ് ചെയ്യും, കേരള, ഛത്തീസ്ഗഡ് എന്നിവർ പങ്കെടുക്കും. IISc ബംഗളൂരു, IIT ധാർവാഡ്, IIT ജോധ്പൂർ, IIT പാലക്കാട്, IIT ഭിലായി എന്നിവർ സപ്പോർട്ട് ചെയ്യും. ഇവരുടെ പ്രധാന തീം പോളിസി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ ആൻഡ് ഗവേണൻസ് ആണ്. ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ പോളിസി ക്ലാരിറ്റി വളരെ പ്രധാനമാണ്. ലൈസൻസ് എങ്ങനെ, സെക്യൂരിറ്റി ക്ലിയറൻസ് എങ്ങനെ, പ്രൈവറ്റ് കമ്പനിക്ക് പ്രവേശനം എങ്ങനെ, ഫോറിൻ ടെക്നോളജി ട്രാൻസ്ഫേഴ്സിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, MSME-കൾക്ക് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിക്ഷേപിക്കാനായിട്ട് നിക്ഷേപകർ ഭയപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ക്ലസ്റ്റർ വിജയിച്ചാൽ ഡിഫൻസ് ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ക്ലിയർ റൂൾ ബുക്ക് കിട്ടും. രണ്ടാമതായിട്ട് മഹാരാഷ്ട്ര ലീഡ് ക്ലസ്റ്റർ. ഇൻഡിജനൈസേഷൻ ആൻഡ് MSME പവറാണ് ഇവരുടെ ഉത്തരവാദിത്വം. മഹാരാഷ്ട്ര ഇത് ലീഡ് ചെയ്യും, മധ്യപ്രദേശ് കോ ലീഡ് ചെയ്യും, ഗോവ, പോണ്ടിച്ചേരി എന്നിവർ പങ്കെടുക്കും. IIT ബോംബെ, IIT ഇൻഡോർ, IIT ഗോവ എന്നിവർ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ തീമാണ് ഇൻഡിജനൈസേഷൻ, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, MSME, സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ എക്കോസിസ്റ്റം. ഇതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ക്ലസ്റ്റർ. കാരണം ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ഒരു ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ഒരു മിസൈൽ മാത്രം ഉണ്ടാക്കുക എന്നതല്ല. അതിനകത്തെ ആയിരക്കണക്കിന് ചെറിയ കോമ്പണന്റുകൾ, സെൻസേഴ്സ് ആവാം, വാൽവ്സ്, ഇലക്ട്രോണിക്സ്, ബാറ്ററീസ്, കണക്ടേഴ്സ്, സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ്, ഹൈഡ്രോളിക് പാർട്സ്, ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം. ഈ ക്ലസ്റ്റർ ശരിയായിട്ട് പ്രവർത്തിച്ചാൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വേഗത്തിലാകും. പ്രത്യേകിച്ച് സ്പെയർ പാർട്ടുകൾ, സബ് സിസ്റ്റംസ്, ഡ്രോൺ പാർട്ടുകൾ, നേവൽ കോമ്പണൻസ്, അമ്യൂണിഷൻ കോമ്പണൻസ്, ഇതിലെല്ലാം വലിയ മാറ്റം വരും. മൂന്നാമതായിട്ട് ഉത്തർപ്രദേശ് ലീഡ് ക്ലസ്റ്റർ. ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷനാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഇത് ഉത്തർപ്രദേശ് ലീഡ് ചെയ്യും, ജാർഖണ്ഡ് കോ ലീഡ് ചെയ്യും, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവർ പങ്കെടുക്കും. IIT കാൺപൂർ, IIT BHU, IIT റൂർക്കി, IIT ജമ്മു എന്നിവർ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ തീം ടെസ്റ്റിംഗ്, സർട്ടിഫിക്കേഷൻ, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് ഇതാണ്. ഒരു വെപ്പൺ ഉണ്ടാക്കുന്നത് മാത്രം പോരാ, അത് ബാറ്റിൽ ഫീൽഡിൽ വിശ്വസിക്കാവുന്നതാണോ, ഹൈ ഓൾട്ടിറ്റ്യൂഡിലും മരുഭൂമിയിലും മഴയിലും എക്സ്ട്രീം കോൾഡിലും പ്രവർത്തിക്കുമോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് ഉണ്ടാകുമോ, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുമോ, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണം. സ്റ്റാർട്ടപ്പുകൾക്കും MSME-കൾക്കും പലപ്പോഴും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും സർട്ടിഫിക്കേഷൻ വൈകുന്നത് വലിയൊരു പ്രശ്നമാണ്. ഈ ക്ലസ്റ്റർ അത് പരിഹരിച്ചാൽ ഇന്നോവേഷൻ്റെ വേഗം പല മടങ്ങ് കൂടും. ഈ ക്ലസ്റ്റർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബലിനെ ടെസ്റ്റഡ് ആൻഡ് ട്രസ്റ്റഡ് ഇൻ ഇന്ത്യ എന്ന നിലയിലേക്ക് ഉയർത്തും. നാലാമത്തേതാണ് ആസാം ലീഡ് ക്ലസ്റ്റർ. നോർത്ത് ഈസ്റ്റ് ആൻഡ് ബോർഡർ ഡിഫൻസ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആസാം ഇത് ലീഡ് ചെയ്യും, ത്രിപുര കോ ലീഡ് ചെയ്യും. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ലഡാക്ക് എന്നിവർ ഇതിൽ പങ്കെടുക്കും.
IIT ഗുവാഹട്ടി ആയിരിക്കും പ്രധാനമായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ്. കാരണം നോർത്ത് ഈസ്റ്റും ലഡാക്കും ചൈന ബോർഡറിന്റെ സെൻസിറ്റീവ് മേഖലകളാണ്. ഈ പ്രദേശങ്ങളിൽ ലോജിസ്റ്റിക്സ് തന്നെ ഒരു വെപ്പണാണ്. യുദ്ധസമയത്ത് ഒരു സ്പെയർ പാർട്ട് പോലും ദൂരെയുള്ള നഗരങ്ങളിൽ നിന്ന് എത്തിക്കേണ്ടി വന്നാൽ അതൊരു വലിയ റിസ്ക് ആണ്. ഇവിടെ ഫൈറ്റർ ജെറ്റ് ഫാക്ടറി ഉണ്ടാക്കുക മാത്രമല്ല ലക്ഷ്യം. ബോർഡർ സർവേലൻസ് ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ്, വിൻഡർ ക്ലോത്തിങ്, പോർട്ടബിൾ ഷെൽട്ടേഴ്സ്, ഫീൽഡ് റിപ്പയർ യൂണിറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, മൗണ്ടൻ വാർഫെയർ എക്യുപ്മെന്റ്സ്, UAV മെയിൻ്റനൻസ് ഹബ്സ്, ഇവയിൽ ലോക്കൽ കേപ്പബിലിറ്റി ഉണ്ടാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അഞ്ചാമത്തേതാണ് തെലങ്കാന ലീഡ് ക്ലസ്റ്റർ. മാർക്കറ്റ് ആക്സസ് ആൻഡ് ഡിഫൻസ് എക്സ്പോർട്ട് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. തെലങ്കാന ഇത് ലീഡ് ചെയ്യും, ഹരിയാന കോ ലീഡ് ചെയ്യും. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ഡാമൻ ആൻഡ് ദിയു എന്നിവർ പങ്കെടുക്കും. IIT ഹൈദരാബാദ്, IIT ഡൽഹി ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ തീം മാർക്കറ്റ് ആക്സസ്, ഡിമാൻഡ് വിസിബിലിറ്റി ആൻഡ് ഡിഫൻസ് എക്സ്പോർട്ട്. ഇന്ത്യ വെപ്പൺസ് നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് വാങ്ങുമോ? ഫോറിൻ ബയേഴ്സ് ഇതിനെ എങ്ങനെ കണ്ടെത്തും? എക്സ്പോർട്ട് പെർമിഷൻ എങ്ങനെ ലഭിക്കും? ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് എങ്ങനെ നൽകും? ഈ ചോദ്യങ്ങൾക്ക് ഈ ക്ലസ്റ്റർ ഉത്തരം കണ്ടെത്തണം. ഈ ക്ലസ്റ്റർ വിജയിച്ചാൽ ബ്രഹ്മോസ്, ആകാശ്, പിനാക്ക, ഡ്രോൺസ്, റഡാറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, പെട്രോൾ വെസൽസ് പോലെയുള്ള ഇന്ത്യൻ സിസ്റ്റംസിന്റെ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ വളരെയധികം കൂടും. ആറാമത്തെ ക്ലസ്റ്റർ ഗുജറാത്ത് ലീഡ് ക്ലസ്റ്റർ. സ്കിൽ ആൻഡ് റിസർച്ച് ലിങ്കേജ് ആണ്. ഇത് ഗുജറാത്ത് ലീഡ് ചെയ്യും, ഒഡീഷ കോ ലീഡ് ചെയ്യും, ഹിമാചൽ പ്രദേശ്, ബീഹാർ എന്നിവർ പങ്കെടുക്കും. IIT ഗാന്ധിനഗർ, രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി, IIT ഭുവനേശ്വർ, IIT മണ്ഡി ഇവരെ സപ്പോർട്ട് ചെയ്യും. ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ സ്കിൽഡ് മാൻ പവർ വളരെ നിർണായകമാണ്. സാധാരണ വെൽഡിംഗ് അല്ല, എയറോസ്പേസ് ഗ്രേഡ് വെൽഡിംഗ് തന്നെ വേണം. സാധാരണ ഇലക്ട്രോണിക്സ് അല്ല, മിലിറ്ററി ഗ്രേഡ് ഇലക്ട്രോണിക്സ് വേണം. സാധാരണ സോഫ്റ്റ്വെയർ അല്ല, സെക്യൂർ മിഷൻ ക്രിട്ടിക്കൽ സോഫ്റ്റ്വെയർ വേണം. രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി ഇവിടെ വരുന്നത് ശ്രദ്ധേയമാണ്. കാരണം ഭാവിയിലെ ഡിഫൻസ് എക്കോണമി ഹാർഡ്വെയർ മാത്രമല്ല, സൈബർ, ബോർഡർ സെക്യൂരിറ്റി, പോലീസിംഗ് ടെക്നോളജി, ഫോറൻസിക് സിസ്റ്റംസ്, ഇന്റേണൽ സെക്യൂരിറ്റി ടൂൾസ് എന്നിവയും അതിന്റെ ഭാഗമാണ്. ഏഴാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ക്ലസ്റ്ററാണ് തമിഴ്നാട് ലീഡ് ക്ലസ്റ്റർ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കോമൺ ഫെസിലിറ്റീസ് ആണ് ഇവരുടെ ഉത്തരവാദിത്വം. ഇത് തമിഴ്നാട് ലീഡ് ചെയ്യും, ആന്ധ്രാപ്രദേശ് കോ ലീഡ് ചെയ്യും. IIT മദ്രാസ്, IIT തിരുപ്പതി, IIT റോപ്പാർ എന്നിവരെ സപ്പോർട്ട് ചെയ്യും. ഇവരുടെ തീമാണ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, ക്ലസ്റ്റേഴ്സ് ആൻഡ് കോമൺ ഫെസിലിറ്റീസ്. കോമൺ ഫെസിലിറ്റീസ് വളരെ പ്രധാനമാണ്. ഓരോ MSMEക്കും സ്വന്തം ടെസ്റ്റിംഗ് ലാബ്, 3D മെറ്റൽ പ്രിന്റിംഗ് ഫെസിലിറ്റി, EMI EMC ടെസ്റ്റിംഗ് ചേംബർ, കോമ്പോസിറ്റ് ഫെസിലിറ്റി, കാലിബ്രേഷൻ ലാബ് ഇതെല്ലാം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ വന്നു കഴിഞ്ഞാൽ ചെറിയ കമ്പനികൾക്കും ഡിഫൻസ് സപ്ലൈ ചെയിനിലേക്ക് സുഖമായിട്ട് കടക്കാം. ഇനി നമുക്ക് ഇന്ത്യൻ ഡിഫൻസിന് ഈ ക്ലസ്റ്ററുകൾ കൊണ്ടുള്ള പ്രധാന ഗുണങ്ങളൊന്ന് പരിശോധിക്കാം. ഈ 7 ക്ലസ്റ്ററുകൾ വിജയിച്ചാൽ ഇന്ത്യക്ക് 5 വലിയ നേട്ടങ്ങൾ ലഭിക്കും. ഒന്നാമതായിട്ട് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയും. എൻജിൻസ്, സെൻസേഴ്സ്, ഇലക്ട്രോണിക്സ്, സ്പെയർ പാർട്സ്, അമ്യൂണിഷൻ, കോമ്പോണൻസ്, ഡ്രോൺസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്നിവയിൽ ഡൊമസ്റ്റിക് സപ്ലൈ ചെയിൻ ശക്തമാകും. രണ്ടാമത് നമ്മുടെ വാർ റെഡിനെസ് കൂടും. നീണ്ടു നിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ ഫോറിൻ സപ്ലയേഴ്സിനെ ആശ്രയിക്കുന്നത് അപകടമാണ്. ലോക്കൽ മാനുഫാക്ചറിങ് ഉണ്ടെങ്കിൽ സ്പെയർ പാർട്സ് ആൻഡ് അമ്യൂണിഷൻ സപ്ലൈ നമുക്ക് നിലനിർത്താം. മൂന്നാമതായിട്ട് കൂടുതൽ വേഗത്തിലുള്ള അപ്ഗ്രേഡ്സ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ബാറ്റിൽ ഫീൽഡ് ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് സിസ്റ്റംസ് വേഗത്തിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഫോറിൻ അപ്രൂവൽ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. നാലാമതായിട്ട് ജോബ്സ് ആൻഡ് ടെക്നോളജി ഗ്രോത്ത്. ഡിഫൻസ് മാനുഫാക്ചറിങ് വഴി മെറ്റലർജി, കോമ്പോസിറ്റ്സ്, ഇലക്ട്രോണിക്സ്, AI, റോബോട്ടിക്സ്, സൈബർ, സ്പേസ് ടെക്നോളജീസ് എന്നിവ സിവിലിയൻ എക്കണോമിക്കും ഗുണം ചെയ്യും. അഞ്ചാമതായിട്ട് ഡിഫൻസ് എക്സ്പോർട്സ് ആൻഡ് ഡിപ്ലോമസി. ഇന്ത്യൻ വെപ്പൺസ് ഫ്രണ്ട്ലി കൺട്രീസിലേക്ക് പോകുമ്പോൾ അത് ബിസിനസ് മാത്രമല്ല, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പും കൂടിയായിട്ട് മാറും. പക്ഷേ ഈ പദ്ധതിയിൽ റിസ്ക് ഇല്ല എന്ന് പറയാനും പറ്റില്ല. ഒന്നാമതായിട്ട് കോർഡിനേഷൻ റിസ്ക് ഉണ്ട്. പല സംസ്ഥാനങ്ങൾ, IITകൾ, മിനിസ്ട്രീസ്, ഇൻഡസ്ട്രീസ് ഇവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കണം. ക്ലിയർ കട്ടായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പദ്ധതി മീറ്റിംഗിൽ ഒതുങ്ങും. രണ്ടാമതായിട്ട് ഡിമാൻഡ് ആൻഡ് വിസിബിലിറ്റി റിസ്ക് ഉണ്ട്. ആംഡ് ഫോഴ്സസ് എന്ത് വാങ്ങും, എത്ര വാങ്ങും, എപ്പോൾ വാങ്ങും എന്നത് ഇൻഡസ്ട്രിക്ക് വ്യക്തമാകണം. ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വരില്ല.
മൂന്നാമതായിട്ട് ടെസ്റ്റിംഗ് ബോട്ടിൽ നെക്ക്. സർട്ടിഫിക്കേഷൻ സ്ലോ ആണെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ നിരാശപ്പെടും. നാലാമതായിട്ട് അസംബ്ലി ട്രാപ്പ്. വിദേശത്ത് നിന്ന് ഘടകങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നത് യഥാർത്ഥ ആത്മനിർഭരതയല്ല. ഇവിടെയാണ് സ്വയം പര്യാപ്തത വേണ്ടത്. അഞ്ചാമതായിട്ട് സൈബർ ആൻഡ് എസ്പിയനേജ് റിസ്ക്. അതായത് ഡിഫൻസ് ക്ലസ്റ്റേഴ്സ് ശത്രു രാജ്യങ്ങളുടെ ഒരു ഇന്റലിജൻസ് ടാർഗറ്റ് ആയിരിക്കും. ഡിസൈൻ, വെണ്ടർ ലിസ്റ്റിംഗ്, സോഴ്സ് കോഡ്, സപ്ലൈ ചെയിൻ ഡാറ്റ ഇതെല്ലാം കർശനമായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആറാമതായിട്ട് റീജിയണൽ ഇംബാലൻസ്. അതായത് ലീഡ് സ്റ്റേറ്റ്സ് മാത്രം നേട്ടം കൊയ്യുകയും ചെറിയ സ്റ്റേറ്റ്സ് പിന്നിലാകുകയും ചെയ്യരുത്. ഓരോ സ്റ്റേറ്റിനും ക്ലിയർ കട്ടായിട്ടുള്ള റോള് വേണം. സുഹൃത്തുക്കളെ, ഈ 7 ഡിഫൻസ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റേഴ്സ് വെറും വ്യവസായ പദ്ധതിയല്ല, ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ഫ്യൂച്ചറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ചൈന സ്വന്തം ഡിഫൻസ് സപ്ലൈ ചെയിൻ ശക്തമാക്കി കഴിഞ്ഞു. പാകിസ്ഥാന് ചൈന പിന്തുണ നൽകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഫോറിൻ സപ്ലൈസിനെ ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്: സ്വന്തം ഡിസൈൻ, സ്വന്തം മാനുഫാക്ചറിംഗ്, സ്വന്തം സപ്ലൈ ചെയിൻ. ഈ ക്ലസ്റ്ററുകൾ ശരിയായിട്ട് നടപ്പിലാക്കിയാൽ തേജസ്, ആംക, ബ്രഹ്മോസ്, ആകാശ്, പിനാക്ക, ഡ്രോൺസ്, EW സിസ്റ്റംസ്, റെഡാർ, നേവൽ പ്ലാറ്റ്ഫോംസ് ഇതിനെല്ലാം പിന്നിൽ ശക്തമായ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ബാക്ക്ബോൺ ഉണ്ടാവും. പക്ഷേ സക്സസ് എന്ന് പറയുന്നത് അനൗൺസ്മെന്റിലല്ല, എക്സിക്യൂഷനിലാണ്. IIT റിസർച്ച് ഫാക്ടറി ഫ്ലോറിലേക്ക് എത്തണം. MSMEകൾക്ക് റിയൽ ഓർഡർ കിട്ടണം. ആംഡ് ഫോഴ്സസിന് റിലയബിൾ പ്രൊഡക്ട്സ് കിട്ടണം. സ്റ്റേറ്റ്സ് തമ്മിലുള്ള മത്സരം സഹകരണമായിട്ട് മാറണം. അപ്പോൾ മാത്രമേ ഇന്ത്യ ഒരു ആംസ് ഇമ്പോർട്ടർ എന്ന നിലയിൽ നിന്നും ഡിഫൻസ് മാനുഫാക്ചറിംഗ് പവർ എന്ന നിലയിലേക്ക് ഉയരൂ. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിന്റെ അടുത്ത വലിയ ചുവടുവയ്പ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.